എവരിവൺ, ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണ എങ്ങനെയാണ് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് കാണിക്കുന്നത്. ഈ വെളിച്ചെണ്ണയ്ക്ക് വെന്ത വെളിച്ചെണ്ണ, ഉരുക്ക് വെളിച്ചെണ്ണ എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത്. ഈ ഉരുക്ക് വെളിച്ചെണ്ണ ഹെയർ ഗ്രോത്തിന് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കാം. ഫസ്റ്റ് ഞാൻ 4 തേങ്ങ എടുത്ത് ചെരുവിയിട്ടുണ്ട്. തേങ്ങ നല്ല വിളഞ്ഞതായിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കൂടുതൽ പാല് കിട്ടുള്ളൂ. ഞാൻ ഈ 4 തേങ്ങ വെച്ച് ചെയ്തിട്ട് എനിക്ക് ഓൾമോസ്റ്റ് ഒരു 350 ml വരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും ഒരു മിനിമം ഒരു 3 തേക്കെങ്കിലും ചെയ്യാൻ നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം പാല് കുറുകി വരാൻ കുറച്ച് സമയമെടുക്കും. അതുകൊണ്ട് ചെയ്യുമ്പോൾ എന്തായാലും കൂടുതൽ ക്വാണ്ടിറ്റി ചെയ്യുന്നതാണ് നല്ലത്. തേങ്ങ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. എന്നിട്ട് ഇത് അരയാൻ മാത്രം പാകത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ഫസ്റ്റ് 1-ാം പാലെടുത്ത് വെക്കണം. ഒന്നാം പാലെടുത്തതിന് ശേഷം ആ പീരയിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് 2-ാം പാൽ കൂടി എടുക്കാം. നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് കുറുക്കിയെടുത്തിട്ടാണ് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അടി കട്ടിയുള്ള ഒരു പാത്രത്തിലേക്ക് ഈ പാല് മാറ്റി വെക്കാം. പാല് ഫസ്റ്റ് ഒന്ന് തിള വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. അതിനുശേഷം മീഡിയം ഫ്ലെയിമിലാണ് വെക്കേണ്ടത്. പിന്നെ ഇത് വറ്റി വരാൻ വേണ്ടിയിട്ട് നല്ല ടൈം എടുക്കും. അതുകൊണ്ട് അടുപ്പിൽ വെക്കുകയാണെങ്കിൽ അതായിരിക്കും നല്ലത്. ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം ഗ്യാസിൽ വെച്ചതാണ്. പാല് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കാം. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം. പിന്നെ ഒരു മരത്തവി എടുത്തിട്ട് പാത്രത്തിൻ്റെ മുകളിലേക്ക് വെച്ചാൽ പാല് തിളച്ച് പുറത്തേക്ക് പോവില്ല. ഇപ്പോൾ ഏകദേശം ഒരു 1 മണിക്കൂറായിട്ടുണ്ടാവും. അപ്പോഴേക്ക് പാല് കുറുകിയിട്ട് പകുതിയോളം ആയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ തന്നെ നമുക്ക് വെളിച്ചെണ്ണ തെളിഞ്ഞു വരുന്നത് കാണാം. ഏകദേശം ഒരു 1 മണിക്കൂർ കൂടി ആയപ്പോൾ ഇങ്ങനെ ആയിട്ടുണ്ട്. ഈ കാണുന്നത് ഫുള്ള് വെളിച്ചെണ്ണയാണ്. ഇനി നമുക്ക് ഇത് ഒന്നുകൂടി ഒന്ന് കുറുക്കിയെടുക്കണം. ഈ സ്റ്റേജ് എത്തുമ്പോഴേക്ക് തന്നെ നല്ല സ്മെല്ല് വരുന്നുണ്ടാവും. ഏകദേശം ഒരു 15 മിനിറ്റ് കൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നല്ല ക്ലിയർ ആയിട്ടുള്ള വെളിച്ചെണ്ണ കിട്ടും. അല്ലെങ്കിൽ എണ്ണയുടെ അടിഭാഗത്ത് കാണുന്ന ഈ കൊറ്റ കുറച്ചുകൂടി ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ കൊറ്റ നന്നായിട്ട് ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എണ്ണ നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു തുണി വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മൾ എത്ര ശക്തിയിൽ പിഴിഞ്ഞാലും ഈ കൊറ്റയിൽ ഓയിലുണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് കുളിക്കുന്നതിന് മുമ്പൊക്കെ ഒരു സ്ക്രബ് പോലെ യൂസ് ചെയ്യാം. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ മറക്കാണ്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.